വട്ടിയൂർക്കാവിൽ 12 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 2796 വോട്ടിൽ UDF സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മുരളീധരൻ 2796 വോട്ടുകൾക്ക് മുന്നിൽ. ബ്രോ പ്രശാന്ത് 2796 വോട്ടുകൾക്ക് പിന്നിൽ. വട്ടിയൂർക്കാവിൽ ഇനി 12 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ മുരളീധരന്റെ തിരിച്ചുവരവാണ്. ഇടയ്ക്ക് ഒന്ന് ബ്രോ തിരിച്ചു വന്നതാണ്. ബ്രോ വീണ്ടും തിരികെ പോയിരിക്കുന്നു. മുരളീധരൻ തിരിച്ചു വരുന്നു 12,000-ലധികം വോട്ടുകൾക്ക്. 12,239 വോട്ടുകൾക്ക് അക്ബർ മുന്നിൽ. വട്ടിയൂർക്കാവിൽ 2796 വോട്ടുകൾക്ക് കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ 1,09,506 വോട്ടുകളിൽ മുരളീധരൻ പിടിച്ചത് 39,440 വോട്ട്. പക്ഷെ 12 റൗണ്ടേ ആയിട്ടുള്ളൂ. ഇനി ഒരു 4 റൗണ്ട് ബാക്കിയുണ്ട്. വട്ടിയൂർക്കാവിലും ഇഞ്ചോടിഞ്ചാണ്, നേമത്ത് ഇഞ്ചോടിഞ്ചാണ്, തിരുവനന്തപുരം സെൻട്രലിലും ഇഞ്ചോടിഞ്ചാണ്. ഇന്ത്യയെ താമര വിരിയിച്ചിരിക്കുന്നു. ജയിച്ചാൽ UDF മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി സ്ഥാനത്തേണ്ട ഒരാളാണ് കെ മുരളീധരൻ. കേരളത്തിൽ UDF തരംഗമുണ്ടായി ഭരണവിരുദ്ധ വികാരമാണോ പരാജയ കാരണമെന്ന് പരിശോധിക്കും ജോസ് കെ മാണി പറയുന്നു. ഓക്കെ, കയ്പമംഗലത്ത് LDF സ്ഥാനാർത്ഥി കെ വത്സരാജ് വിജയിച്ചിരിക്കുന്നു. കയ്പമംഗലത്ത് LDF സ്ഥാനാർത്ഥി കെ വത്സരാജ് വിജയിച്ചിരിക്കുന്നു. നെയ്യാറ്റിൻകരയിൽ ലീഡ് ഉയർത്തി എൻ ശക്തൻ 6,966 വോട്ടുകളുടെ ലീഡാണ് എൻ ശക്തൻ നെയ്യാറ്റിൻകരയിൽ നേടുന്നത്. ചാത്തന്നൂരിലെ ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ TV-യിലൂടെ ഈ വാർത്ത കേരളക്കരയെ നമ്മൾ ആദ്യം അറിയിക്കുന്നു. ആദ്യ താമര വിരിഞ്ഞിരിക്കുന്നു. ആ താമര വിരിഞ്ഞത് നേമത്തല്ല, താമര വിരിഞ്ഞത് മഞ്ചേശ്വരത്തല്ല, അത് ചാത്തന്നൂരാണ്. BB ഗോപകുമാറാണ്. ഒരു ഉറങ്ങിക്കിടന്ന സിംഹമായിരുന്നു BB ഗോപകുമാർ എന്നുള്ളത് നിശ്ചയമാണ്. അവിടെ ഒരു താമര വിരിഞ്ഞിരിക്കുന്നു ചാത്തന്നൂരിൽ. ഇതാ രാജേന്ദ്രനുമായിട്ടുള്ള കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഇക്കുറി 3,334 വോട്ടിന്റെ ലീഡാണ്. ചാത്തന്നൂരിൽ ഭൂരിപക്ഷം പറയണമെങ്കിൽ അടുത്ത റൗണ്ട് കൂടി പൂർത്തിയാവണം. പക്ഷേ ഈ റൗണ്ടിൽ ഒന്നും സംഭവിക്കാനില്ല. ചാത്തന്നൂരിൽ ഗോപകുമാർ തന്നെ, ചാത്തന്നൂരിൽ താമര തന്നെ. 20,000 കടന്ന് ജി സുധാകരന്റെ ഭൂരിപക്ഷം 4 റൗണ്ടുകൾ കൂടി എണ്ണാൻ ബാക്കിയുള്ളപ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ വിസ്മയമായി മാറുന്നു. ജി സുധാകരൻ തന്റെ പൊളിറ്റിക്കൽ കരിയറിൽ നേടിയ ഏറ്റവും ത്രസിപ്പിക്കുന്ന വിജയമായി ഇപ്പോൾ ഇത് മാറുന്നു. CPM-ന്റെ പാർട്ടി പിന്തുണയില്ലാതെ, സഖാക്കളുടെ പിന്തുണയില്ലാതെ UDF-ന്റെ സ്വതന്ത്രനായി മത്സരിച്ച ജി സുധാകരൻ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു. 20,000 അമ്പലപ്പുഴയിൽ ജി സുധാകരൻ 20,000 വോട്ടിന്റെ ലീഡ്. ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ നോക്കിയാൽ കോന്നി, തൃക്കരിപ്പൂർ, നേമം, മണലൂർ, ഗുരുവായൂർ, കൊട്ടാരക്കര, തിരുവനന്തപുരം സെൻട്രൽ, അതുപോലെ ചിറയൻകീഴ്, വട്ടിയൂർക്കാവ് എല്ലാം ചെറിയ ലീഡിലാണ് ഈ മണ്ഡലങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും മാറി മറിയാവുന്ന സാഹചര്യം എവിടെയുമുണ്ട്. അതിൽ ഏറ്റവും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് വട്ടിയൂർക്കാവാണ്. കെ മുരളീധരൻ അവിടെ വിജയിക്കുമോ അതോ ബ്രോ പ്രശാന്ത് തിരിച്ചു വരുമോ എന്നറിയാൻ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാത്തന്നൂരിലെ ഈ ലീഡ് കൂടി 3,686 ചാത്തന്നൂരിൽ വീണ്ടും BB ഗോപകുമാർ വിജയത്തിലേക്ക് കടക്കുന്ന BB ഗോപകുമാറിന്റെ ലീഡ് നില ഉയരുന്നു. 3,686 SNDP യോഗത്തിന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ ഈഴവ വോട്ടുകൾ കൃത്യമായി കൺസോളിഡേറ്റ് ചെയ്ത് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല BB ഗോപകുമാർ അവിടുത്തെ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 3,686 ചാത്തന്നൂരിലെ ഏറ്റവും സമർത്ഥനായ ഒരു BJP കോർഡിനേറ്ററാണ് ഈ ഗോപകുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല. നോക്കൂ, ഗോപകുമാർ വിജയിക്കുകയും രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുകയും ചെയ്താൽ ഒരു കാവ്യനീതി എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. നമുക്ക് കാത്തിരിക്കാം എന്താണ് വരാൻ പോകുന്നതെന്ന്. ബേപ്പൂരിൽ 2 റൗണ്ട് മാത്രം ബാക്കി നിൽക്കെ മുഹമ്മദ് റിയാസും അപകടത്തിലേക്കാണോ? മുഹമ്മദ് റിയാസിന്റെ ഭൂരിപക്ഷം കുറയുന്നു. 3,956. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏറ്റവും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആദ്യത്തെ അക്കൗണ്ട് ഒരിക്കൽ കൂടി BJP ഓപ്പൺ ചെയ്യുന്നു. ചാത്തന്നൂരിൽ നിന്ന് BB ഗോപകുമാർ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ബേപ്പൂരിൽ എണ്ണാനുള്ളത് കടലുണ്ടി പഞ്ചായത്താണ്. സമാസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. പക്ഷേ 3,900 അഴീക്കോട് കുത്തനെ കുറഞ്ഞു. 13 റൗണ്ട് പൂർത്തിയാക്കി 358 ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ ഉയർത്തി. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ 8,451 വോട്ടിന്റെ ലീഡിലേക്ക് 8,451.